ഹലോ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ബീഫ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം, ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് തേങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. നമ്മൾ ബീഫിൻ്റെ കൂടെ അതിനകത്ത് കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തേങ്ങ ഒന്ന് ലൈറ്റ് കളറായി വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളിയും സവാളയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു അരക്കപ്പോളം ചെറിയ ഉള്ളി ഉണ്ട്, അതോട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു വലിയ സവാള കട്ട് ചെയ്തതോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതോടെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി കട്ട് ചെയ്തതാണ്. 2 ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതോടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ഇത് മൂത്ത് വരട്ടെ. അതിന് ശേഷം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചതാണ്, പെരുംജീരകം, അത് പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ 3 സ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ നല്ല അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.